അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലു. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലോ. ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ആത്മശുദ്ധി വരുത്തി ആത്മബോധം വരുത്തി, ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ബോധമായ ആത്മാക്കളിൽ വാഴുന്നു ആത്മനാഥൻ. ജന്മാന്തര ജ്ഞാനം നൽകാൻ എണ്ണി വന്നല്ലോ, ജന്മപാപം കർമ്മദോഷം തീർത്തു രക്ഷിപ്പാൻ. ജീവനാഥനെ എൻ്റെ ആത്മജീവനെ, ജീവനാഥനെ എൻ്റെ ആത്മജീവനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുപ്പോനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുത്തോനെ. ജന്മാന്തരജ്ഞാനത്തിൻ്റെ ജന്മിയായ ജഗദീശ്വരൻ അവതാരമായി വന്ന് സ്ഥാപിച്ച ഈ ഉന്നതമായ ആദർശത്തിൽ ചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ഓമനമിത്രങ്ങളെ, വീണ്ടും ഒരു ഞായറാഴ്ച ഒത്തുചേരുവാനും ഈ വിധം മുഖാമുഖം കാണുവാനും ഈ ആരാധനയിൽ പങ്കെടുക്കുവാനും ആനന്ദിക്കുവാനും എല്ലാം ദൈവമൊരുക്കിയ ഈ സന്ദർഭത്തിന് ഒരിക്കൽ കൂടി നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. ക്ഷണഭംഗുരമായ ഈ ലോകത്തിൽ സർവശക്തി അനുവദിക്കുന്നതാണ് ഓരോ നിമിഷവും. ആ ഓരോ നിമിഷവും സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ആ ഓരോ നിമിഷത്തെയും സൗഭാഗ്യതയെ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് അതിനെ സൗഭാഗ്യമായി അനുഭവിക്കുവാനുള്ള പ്രാപ്തി, അത് ഓരോരുത്തരിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ ആരാധന കൊണ്ടും ഈ ആദർശം കൊണ്ടും ജഗദീശ്വരൻ ലക്ഷ്യമിടുന്നത്. മഹത്വപൂർണമായ ഒരു മനുഷ്യജന്മം ഈ ലോകത്തിൽ അവൻ ജീവിച്ചു തീർക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ മഹത്വം അറിഞ്ഞ്, സൗഭാഗ്യതകൾ അറിഞ്ഞ്, പരമാനന്ദാവസ്ഥ അറിഞ്ഞ്, ഓരോ പരമാണുവിലും നിറഞ്ഞ് നിലകൊള്ളുന്ന പരമാനന്ദ സ്വരൂപനെ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ആ സൗഭാഗ്യങ്ങളെ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ജീവിതം ചെയ്യുവാനുള്ള പ്രാപ്തി, അത് നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. പരമാനന്ദത്തെ പകർന്നെടുക്കുവാൻ തക്കവിധം പ്രാപ്തമായി തീരുന്ന ഒരു ആത്മാവിൽ പരലോകനാഥനാകുന്ന പരമാനന്ദ രൂപൻ അധിവസിക്കുന്നു. അതാണ് പരമപുരുഷനുടെ ആ മഹാകാരുണ്യം. അത് എപ്പോഴും അനുഭവിക്കുവാനുള്ള ഒരു ലക്ഷ്യം ഓരോരുത്തരിലും സ്ഥിരപ്പെട്ട് കിട്ടിയാൽ
പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത മാലിന്യങ്ങളിലേക്കോ അജ്ഞാനങ്ങളിലേക്കോ പോവുകയില്ല. ഒരിക്കലും അങ്ങനെ പോകാൻ തോന്നുകയില്ല. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, പരമാനന്ദത്തിലെത്തുക, എൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചെത്തുക. ആ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ലോകത്തിൽ അന്ധാളിക്കേണ്ട ഒരു കാര്യവുമില്ല. ലോകം എങ്ങനെയെല്ലാം നടന്നാലും അവരെ സംബന്ധിച്ച് അത് ബാധിക്കുകയില്ല. ബന്ധുജനങ്ങൾ പിണങ്ങിയാലോ, സുഹൃത്തുക്കൾ പിണങ്ങിയാലോ, ഇനി സ്വന്തം മാതാപിതാക്കൾ തന്നെ പിണങ്ങിയാലോ, ഈ പരലോകത്തിൻ്റെ അവസ്ഥകളെ അറിഞ്ഞ് യാദർശത്തിൽ കൂടി ജീവിതം ആരംഭിക്കുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണത്? ഉത്ഭവസ്ഥാനത്തേക്ക് എത്തുക, പരമാനന്ദത്തിൽ ലയിക്കുക. ആ പരമാനന്ദ ലബ്ധിക്ക് വേണ്ടി പരലോകനാഥനോട് ഒത്തുചേർന്ന് ആരാധിച്ച് ആനന്ദിക്കുവാൻ തന്ന ഈ പുണ്യാവസരം നഷ്ടമാക്കാതെ എപ്പോഴും ജീവിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. നിങ്ങൾക്ക് ആ ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കണം, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത് അറിവിൻ്റെ വഴിയെ ജീവിക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. ഞാൻ എത്ര സമയമെടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ഒരക്ഷരമെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഭവിക്കണമെങ്കിൽ നിങ്ങൾ കൂടി അതിന് പരിശ്രമിച്ചെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ഗുരുവിൻ്റെ അറിവുകൾക്ക്, ശബ്ദങ്ങൾക്ക് ശക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, ആനന്ദമുണ്ട്. പക്ഷേ അത് ഭവിക്കേണ്ട വിധത്തിൽ ഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം? തുറക്കുക നിന്റെ ഹൃദയം, പറന്നു ഞാൻ നിന്നിൽ വസിക്കട്ടെ. തുറക്കുക നിന്റെ ഹൃദയം, പറന്നു ഞാൻ നിന്നിൽ വസിക്കട്ടെ. വസിക്കുവാനായി കൊതിക്കുന്നു, പരമാനന്ദത്തിൽ ലയിക്കുവാൻ. വസിക്കുവാനായി കൊതിക്കുന്നു, പരമാനന്ദത്തിൽ ലയിക്കുവാൻ. ആ പരമാനന്ദത്തിൽ പരലോകനാഥനുമായി ചേർന്ന് ലയിച്ച് രമിക്കണമെങ്കിൽ ആത്മാവ് സ്വയം ഒരു തീരുമാനമെടുക്കണം. ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ വിമർശന ബുദ്ധിയുള്ളവരും അതുപോലെ കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും താന്താങ്ങളുടേതായ സ്വാർത്ഥതകൾക്ക് മാത്രമായി ജീവിക്കുന്നവരുമൊക്കെ അനേകരുള്ള സമയമാണ്. കലിയുഗം അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടി ഇങ്ങനെ വർദ്ധിതമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിൻ്റെ മധ്യത്തിൽ ആത്മബോധോദയ സംഘ നിയമപ്രകാരം ജീവിക്കുക എന്ന് പറയുമ്പോൾ ആത്മാപൂർണമായും അതിലേക്ക് തീരുമാനമെടുത്തില്ല എങ്കിൽ അത് പ്രയാസമാണ്. തീരുമാനമെടുത്താൽ ഒരു പ്രയാസവും ഇല്ലതാൻ. എൻ്റെ ഉള്ളിൽ ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ഇന്നതുപോലെ ജീവിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എതിർപ്പ് വന്നാലും നമ്മളെ ബാധിക്കുകയില്ല. എന്തെല്ലാം വിരോധങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും, എന്തെല്ലാം പരിഹാസങ്ങൾ കേട്ടാന്ന് പറഞ്ഞാലും, പരിഹാസം ദുഷി കേട്ടാലും എൻ്റെ പരമാത്മാവിനെ മതി എനിക്ക്. പരിഹാസം ദുഷി കേട്ടാലും പരിഹാസം ദുഷി കേട്ടാലും എൻ്റെ പരമാത്മാവിനെ മതി എനിക്ക്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരമാത്മാവിനെ മതി എനിക്ക്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരമാത്മാവിനെ മതി എനിക്ക്. പരമാനന്ദം നൽകിയിടുന്ന പരമാത്മാവിനെ മതി എനിക്ക്. പരമാനന്ദം നൽകിയിടുന്ന പരമാത്മാവിനെ മതി എനിക്ക്. പരമാനന്ദം നൽകിയിടുന്ന പരമാത്മാവിനെ മതി എനിക്ക്. പരിചോടനെ വീണ്ടെടുത്ത പരമാത്മാവിനെ മതി എനിക്ക്. പരമാനന്ദം നൽകിയിടുന്ന പരമാത്മാവിനെ മതി എനിക്ക്. പരമാനന്ദം നൽകിയിടുന്ന പരമാത്മാവിനെ മതി എനിക്ക്. പരിചോടനെ
നിന്റെ പരമാത്മാവിനെ മതി എനിക്ക്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരമാത്മാവിനെ മതി എനിക്ക്. ഈ തീരുമാനം ഓരോ ഹൃദയങ്ങളിലും ഉണ്ടായാൽ എതിർപ്പുകൾ ഉണ്ടാവാം, മാനസികമായ പല പിരിമുറുക്കങ്ങൾ ഉണ്ടാവാം, അവനവൻ്റെ ചിന്തയിൽ തന്നെ നന്മയും തിന്മയും ചേർന്നുള്ള യുദ്ധമുണ്ടാകാം. അത് വേണോ, ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, ഇതിനൊക്കെ പല സംശയങ്ങളും അശക്തികളും ഒക്കെ തോന്നുന്ന മനുഷ്യനാണ്, സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഉന്നതമായി ജ്ഞാനത്തിൽ കൂടി ജീവിക്കുവാൻ തീരുമാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈശ്വരനാണ്. സാധാരണ മനുഷ്യനെ ഈശ്വരനാക്കുന്ന ഉന്നതമായ ഒരു പ്രക്രിയയാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനാകാൻ തീരുമാനം ചെയ്ത് ഈ സന്നിധാനത്തിലെത്തി സത്യം ചെയ്ത നിങ്ങൾ ഓരോരുത്തരും ആ കർമ്മ വഴികളിലൂടെ തന്നെ സ്വന്തം ങ്ങളെല്ലാം മാറ്റിവെച്ച് ഗുരുവിൻ്റെ ഹിതങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ടും കർമ്മിച്ചുകൊണ്ടും ജീവിതം ചെയ്യുക. മഹാശക്തി നിങ്ങളെല്ലാം ആനന്ദിപ്പിക്കുമാറാകട്ടെ. സൃഷ്ടിക്കു കാരണമായുള്ള വിത്തേ, സൃഷ്ടിയിൽ ആനന്ദമാടുന്ന മുത്തേ, 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 മുത്തിനു മുത്തായ ജ്ഞാനങ്ങളോതാൽ ഇദ്ധരെ മർത്യനായി വാഴുന്ന സത്തേ, മുത്തിനു മുത്തായ ജ്ഞാനങ്ങളോതാൽ ഇദ്ധരെ മർത്യനായി വാഴുന്ന സത്തേ, മുത്തിനു മുത്തായ ജ്ഞാനങ്ങളോതാൽ ഇദ്ധരെ മർത്യനായി വാഴുന്ന സത്തേ, സത്തായ ജ്ഞാനങ്ങൾ ആത്മാവിൽ നൽകി സ്വത്താക്കി തീർക്കുന്ന ജ്ഞാനസ്വരൂപ, സത്തായ ജ്ഞാനങ്ങൾ ആത്മാവിൽ നൽകി സ്വത്താക്കി തീർക്കുന്ന ജ്ഞാനസ്വരൂപ, സത്തായ ജ്ഞാനങ്ങൾ ആത്മാവിൽ നൽകി സ്വത്താക്കി തീർക്കുന്ന ജ്ഞാനസ്വരൂപ, ആത്മരത്നങ്ങളെ സ്വന്തമാക്കിടാൻ ആത്മാവായി ലോകത്തിൽ വാഴുന്ന നാഥ, ആത്മരത്നങ്ങളെ സ്വന്തമാക്കിടാൻ ആത്മാവായി ലോകത്തിൽ വാഴുന്ന നാഥ, നാഥനോടൊത്തൂരെ നിൽക്കുന്ന ആത്മം ആനന്ദത്തിൽ തന്നെ എന്നും വസിക്കും, ആനന്ദത്തിൽ തന്നെ എന്നും വസിക്കും.
ആനന്ദരൂപനോടൊത്തു വസിക്കും ആത്മാവിലാനന്ദം ആനന്ദം തന്നെ. ആനന്ദരൂപനോടൊത്തു വസിക്കും ആത്മാവിലാനന്ദം ആനന്ദം തന്നെ. ആനന്ദരൂപനോടൊത്തു വസിക്കും ആത്മാവിലാനന്ദം ആനന്ദം തന്നെ. ഉന്നതമാകുന്ന മഹാജ്ഞാനങ്ങളെ ഈ ലോകത്തിൽ അവതരിപ്പിച്ച് ആത്മാവിനെ അതിന്റെ സത്തായ ഭാവത്തിലേക്ക് ഉയർത്തി മുത്തുരത്നമാക്കി തീർത്ത് തന്റെ തിരുകണ്ഠത്തിൽ മാലയായി ചേർത്തെടുക്കുവാനാണ് മഹാമഹത്വമാർന്ന തിരുവവതാരം സംഭവിച്ചിരിക്കുന്നത്. ആ അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാക്കൾ ആത്മരത്നങ്ങളായി തീരണം. ആ മണിമുത്ത് പോലെ ശോഭിതമാകണം. തിളക്കമാർന്ന ഒരു മുത്ത് എത്ര കുപ്പയ്ക്കുള്ളിൽ കിടന്നാലും നമ്മുടെ കണ്ണവിടേക്ക് പോകുന്നത് പോലെ ആ തിളക്കം കണ്ട് നമ്മളെ ആകർഷിക്കപ്പെടുന്നത് പോലെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്നതും ആര് കേട്ടാലും ഇഷ്ടമാകുന്നതും ആരറിഞ്ഞാലും ഇഷ്ടമാകുന്നതുമായ ഒരു അവസ്ഥയിലേക്ക് ആ പരിമളം പോലെ ആ സുഗന്ധം വരുത്തുന്നതും ആ മണിദീപം പോലെ പ്രകാശിതവുമായ അവസ്ഥയിൽ ഒരു ആത്മാവ് ഉയർന്ന് പ്രകാശിക്കുവാൻ വേണ്ടിയാണ് ആത്മനാഥൻ ആത്മജ്ഞാനങ്ങൾ നൽകുന്നത്. ആത്മാവ് സ്വയം പ്രകാശത്തിൽ നിന്നുണ്ടായതാണ്. ഈ ലോകത്തിൽ വന്ന് മർത്യശരീരം സ്വീകരിക്കപ്പെട്ടപ്പോഴാണ് കളങ്കത്തിൽ പോയത്. എന്തുകൊണ്ട്? നരകത്തിൽ നിന്ന് ഉളവാക്കിയതാണ് മൺശരീരം. അപ്പോൾ നരകലോകത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഈ നരശരീരത്തിനുമുണ്ട്. അതിന്റെ എല്ലാ ഘടകങ്ങളും അതിൽ ഉള്ളടക്കമായി നിൽക്കുകയാണ്. ഈ പ്രകൃതി പ്രപഞ്ചത്തിന്റെ ആകെ തുകയാണ് ഒരു മർത്യശരീരം എന്ന് പറയുമ്പോൾ അതിന്റെ പോരായ്മകളെ മാത്രം എണ്ണുവാനല്ല. ആ ഈ ലോകത്തിന്റെ ആകത്തുകയാണ് ഒരു മനുഷ്യശരീരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ജനിച്ചു ജീവിച്ചു വന്ന കർമ്മ വഴികളിലൂടെ നിങ്ങളിൽ സ്വരൂപിക്കപ്പെട്ട അറിവുകളും ഇതിന് നിദാനമായി നിലകൊള്ളുന്നു എന്ന് ബോധ്യപ്പെടണം. ആ മനുഷ്യശരീരത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി ആ അറിവും ഇത് നിദാനമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആ അപ്രകാരം നിങ്ങളിലേക്ക് അറിവ് പകർന്നു തരുവാൻ വേണ്ടി കോടാനുകോടിയിലധികമായി നിങ്ങളിലേക്ക് തന്ന ജന്മകർമ്മങ്ങൾ ആ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് എന്നാൽ അതിന്റെ പരിപൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യജന്മത്തിൽ എത്തിച്ചേരേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ ആകത്തുകയാകുന്ന ഒരു മർത്യശരീരത്തെ രൂപപ്പെടുത്തി ആത്മാവിനെ അതിലേക്ക് ആവിർഭവിച്ചിരിക്കുന്നത്. ആ ആവിർഭവിപ്പിച്ചിരിക്കുന്ന ആത്മാവ് ആ മനുഷ്യരീരത്തിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് കളങ്കത്തിൽ പെട്ടുപോയത്. അല്ലാതെ കളങ്കം ബാധിക്കുന്നതല്ല. പക്ഷേ ഈ മനുഷ്യരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിശുദ്ധ കർമ്മങ്ങൾ ചെയ്താൽ ആത്മാവിനെ വീണ്ടും പരിശുദ്ധീകരിക്കാൻ കഴിയും. പരിശുദ്ധനാകുന്ന പിതാവിന്റെ വാഴ്ച അകതാരിൽ അനുഭവിക്കുവാൻ കഴിയും. പരമാനന്ദം അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴേ ദേവലോകത്തിലെ വാഴ്ച കാണാം. ലോകത്തിൽ
സ്വരൂപത്തിൽ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നു. ദേവാദിദേവനാകുന്ന ഈശ്വരൻ തന്റെ സ്വരൂപത്തിൽ തന്നെ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നു. ആ സ്വരൂപത്തിലേക്ക് ആത്മാവ് മടങ്ങിയെത്തണം. ആ സ്വരൂപത്തിലേക്ക് ആത്മാവ് അതിന് ഈ മടങ്ങി കളങ്കങ്ങളെല്ലാം മാറിയേ മതിയാവും. ഈ കളങ്കങ്ങളെല്ലാം മാറിയ അത് ലോക ജീവിതം കൊണ്ട് തന്നെ ലോക ജീവിതം കൊണ്ട് ആ തന്നെ കളങ്കങ്ങളെ ഒഴിവാക്കുവാനുള്ള ഒരു വ്യവസ്ഥ ആ കളങ്കങ്ങളെ ഒഴിവാക്കുവാനുള്ള ഒരു വ്യവസ്ഥ ഈശ്വരൻ അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് ആത്മബോധോദയ സംഘം. ഈശ്വരൻ അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് ആത്മബോധം. ആത്മബോധോദയ സംഘം എന്നും ആത്മാലോകത്തിന്റെ രക്ഷയ്ക്കായുണ്ട്, രക്ഷയ്ക്കായുണ്ട്. ആത്മബോധോദയ സംഘം. ഓ ആത്മബോധോദയ സംഘം. അറിയാനുള്ളത് അറിയിക്കുവാനും അറിയുവാനുള്ളത് അറിയിക്കുവാനും അറിയേണ്ട വിധം അറിയുവാനും അറിയേണ്ട വിധം അറിയുവാനും അറിവാകുന്ന ഗുരുവരൻ സ്ഥാപിച്ചതാണ് ആത്മബോധോദയ സംഘം. അറിവാകുന്ന ഗുരുവരൻ സ്ഥാപിച്ചതാണ് ആത്മബോധം. അപ്പൊ ഇതിന്റെ നിയമങ്ങൾ ഇതിന്റെ നിയമങ്ങൾ അതിന്റെ പരിപൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഉതകുന്നതാണ്. അതിന്റെ പരിപൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഉതകുന്നതാണ്. അതിനാർക്കും ഇനി സംശയത്തിന്റെ ആവശ്യമില്ല. അതിനാർക്കും ഇനി സംശയത്തിന്റെ ആവശ്യം. എന്തുകൊണ്ട്? ദൈവത്താൽ സ്ഥാപിച്ച് ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. ദൈവത്താൽ സ്ഥാപിച്ച് ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ഭവനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ നടക്കുന്ന ഇപ്പൊ കാര്യങ്ങൾ, അയൽ വീട്ടിലെ ഒരാൾ പറയുകയാണ് ഇന്നാരുടെ വീട്ടിൽ ഇന്ന പോലൊക്കെയാണ് കാര്യങ്ങൾ. അയൽക്കാരൻ ഒരാൾ പറയുകയാണ് ഇന്നാരുടെ വീട്ടിൽ ഇന്ന പോലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അത് കേട്ടിട്ട് ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന പോലൊക്കെയാണോ, ഇന്നാരും ഇന്ന പോലെ പറഞ്ഞല്ലോ. അത് കേട്ടിട്ട് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന പോലൊക്കെയാണോ ഒരാൾ എന്നോട് പറഞ്ഞത്. ഇന്നലെ സന്ധ്യ സമയത്ത് വലിയ ബഹളമൊക്കെ കേട്ടെന്ന് പറഞ്ഞ് എന്തുവാ കാര്യം? ഇന്നലെ സന്ധ്യ നേരത്ത് വലിയ ബഹളമൊക്കെ കേട്ടെന്ന് പറഞ്ഞു. അത് ബഹളമല്ല, അത് ബഹളമല്ല, അത് ഇന്നതുപോലൊരു കാര്യം പറഞ്ഞു, ഇന്നതുപോലൊരു കാര്യം ഇനി അത് കേട്ടില്ല. അപ്പൊ അവനെ ഒന്ന് ശകാരിച്ചതാ, അല്ലാതെ ഇവിടെ വഴക്കൊന്നും ഞങ്ങൾ തമ്മിലൊരു വഴക്കുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യം എന്താണ്? അയലത്തുകാരൻ ധരിക്കുന്നതല്ല നമ്മുടെ വീട്ടിലെ കാര്യം. എത്ര പരിചയമുള്ള ആളാണെങ്കിലും നമ്മളോടുകൂടി ഒരുപാട് സമയം സഹകരിക്കുന്ന ആളാണെങ്കിലും ഇതിന്റെ യഥാർത്ഥമായ അവസ്ഥയെ അറിയുവാൻ ആ കുടുംബനാഥന് മാത്രമേ കഴിയുള്ളൂ. ആ കുടുംബത്തിൽ കഴിയുന്നവർക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുന്നത് പോലെ ഈ ഉത്ഭവ ജ്ഞാനങ്ങളെ കലവറയില്ലാതെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നത് ഉത്ഭവകാരണ പുരുഷനാകുന്ന ഈശ്വരന് മാത്രമേ കഴിയൂ. അപ്പൊ പരലോകത്തിലെ പരമാർത്ഥം പറയുവാൻ പരമാത്മാവിനെ കൊണ്ടേ സാധിക്കുള്ളൂ. ആ പരമാർത്ഥമാണ് നിങ്ങളിലേക്ക് പ്രകാശിപ്പിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളവരെന്ന് കൈ ഉയർത്തി കണ്ടാക്കും. നിങ്ങളിലേക്ക് തന്നിരിക്കുന്ന ഈ ജന്മാന്തര ജ്ഞാനം, സൃഷ്ടി എങ്ങനെയുണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെ ഇത് പൂർത്തീകരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഓരോ യുഗത്തിലെയും വ്യവസ്ഥകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേദങ്ങളിലോ പുരാണങ്ങളിലോ പരിശോധിച്ചാൽ കിട്ടുന്നതല്ല. വായിച്ചാൽ കാണില്ല ജ്ഞാനലോകം, ഗ്രന്ഥം വായിക്കുന്നോരിലുമില്ല കാൺമാൻ. വായിച്ചാൽ കാണില്ല ജ്ഞാനലോകം, ഗ്രന്ഥം വായിക്കുന്നോരിലുമില്ല കാൺമാൻ. അപ്പൊ ഇനി നമ്മുടെ ബുക്ക് സ്റ്റാളിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രന്ഥമല്ല അവിടെ ഇരിക്കട്ടെ, നമുക്ക് വായിക്കണ്ട അല്ലേ? ഇപ്പോഴും അതാ അവസ്ഥ. പല പുസ്തകങ്ങളും നമ്മുടെ ഭക്തന്മാർ പലരും കണ്ടിട്ടില്ല. വെളിയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിലും വന്നൊരാൾ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങൾ പഠിക്കാനാണ് വാങ്ങിക്കാൻ വന്നു. നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും പലർക്കും ആവശ്യമില്ല. വായിക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട. ഇത് പറഞ്ഞതിന്റെ ആശയം എന്താണ്? വായിച്ചാൽ കാണില്ല ജ്ഞാനലോകം, ഗ്രന്ഥം വായിക്കുന്നവരിലും ഇല്ല കാൺമാൻ.
വായിച്ചാൽ കാണില്ല ജ്ഞാനലോകം, ഗ്രന്ഥം വായിക്കുന്നുവെങ്കിലും ഇല്ല കാണുന്നു. ഈ ഗ്രന്ഥം ആത്മാവിൽ അനുഭവമാകണം. ഈ ഗ്രന്ഥം ആത്മാവിൽ അനുഭവമാകണം. ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി തിരുമേനി പലതവണ കൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഗ്രന്ഥം ജയിച്ചിരിക്കുന്നത്? ആത്മബോധമുദിച്ചാദിയന്തമില്ലാത്താനന്ദമാടും ഇളക്കുജ്ഞാനം. ഇതിനെന്തോ മനസ്സിലായി? ഒരു പാട്ട് പാടിയെന്ന് മനസ്സിലായി അല്ലയോ? ആത്മബോധം ഉദിച്ച് ആദിയന്തമില്ലാത്ത ആനന്ദമാടി. അപ്പോൾ എന്തുണ്ടായി? ഒരു വെളിച്ചമുണ്ടായി, ഒരു വിളക്കുണ്ടായി. അത് ജ്ഞാനമാണ്. ഒരു പ്രകാശം. വിളക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ, വിളക്കെന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. പ്രകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രകാശമുണ്ടായി എപ്പോൾ? ആദിയന്തമില്ലാത്ത ആനന്ദമാടിയപ്പോൾ. ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഈ ജ്ഞാനം കൊണ്ടവർ ആനന്ദമാടിപ്പോയി. ആ ജ്ഞാനം വേദ ഗ്രന്ഥങ്ങളായി. ആ ഉണ്ടായ വെളിച്ചമാണ് ജ്ഞാനം. ആ വെളിച്ചത്തിൽ അവർ ആനന്ദിച്ചു. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഈ ഗ്രന്ഥം ഉണ്ടാക്കി. ഈ ഗ്രന്ഥം അപൂർണമാണ്. എന്തുകൊണ്ട്? ഭാഷകൾക്ക് അതീതമായി നിൽക്കുന്നതാണ് ആനന്ദം. ഇപ്പോ നമുക്ക് പഞ്ചസാര എന്നൊരു സാധനത്തിന്റെ പേര് വായിക്കുമ്പോ മധുരം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും അല്ലേ? മധുരം ഉപയോഗിച്ചിട്ടുള്ളവർക്കെല്ലാം ആ മധുരത്തെ കുറിച്ചൊരു ഓർമ്മ വരും. ഇപ്പൊ തന്നെ പലരുടെയും വായി വെള്ളം നിറഞ്ഞു. കാരണം ഈ ഷുഗറൊക്കെ വന്നിട്ട് ഇത് കിട്ടാത്ത ആളുകളുണ്ട്. വീട്ടുകാരറിയത് കഴിക്കാനേ പറ്റാത്തവരുണ്ട്. വീട്ടുകാർ സമ്മതിക്കത്തില്ല, പഞ്ചസാര കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഷുഗറാ പേടിപ്പിച്ചാണ് അവരെ ജീവിപ്പിക്കുന്നത്. ഇത് പക്ഷെ അത് ഓർമ്മ വരുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും. പഞ്ചസാര എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ആ വാക്ക് കണ്ടാൽ നമുക്ക് അതിന്റെ ഓർമ്മ വരും. പക്ഷെ ഉപയോഗിക്കാത്ത ഒരാളുടെ അവസ്ഥ എന്താണ്? വേണ്ട, ഇനി മലയാളം അറിയാൻ വയ്യാത്ത ഒരാളുടെ മുമ്പിൽ നമ്മൾ പഞ്ചസാര എന്ന് എഴുതി വെച്ചാലത്തെ അവസ്ഥ എന്താണ്? അയാൾ ചോദിക്കും, വാട്ട് ഈസ് ദിസ്? അവരുടെ ഭാഷയിൽ ചോദിക്കും, ഇതെന്തുവാ അല്ലേ? അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മധുരം ഉപയോഗിക്കാത്തവരുടെ അവസ്ഥ അതാണ്. ഇത് എന്നത്തെ സാധനം അത് ചോദിക്കും അല്ലേ? അവർക്കറിയത്തില്ല. ഇതുപോലെയാണ് ആനന്ദം 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 എന്ന് പറഞ്ഞ് ഈ ഗ്രന്ഥം മുഴുവൻ ഇങ്ങനെ വായിച്ചാൽ ആനന്ദം ഉണ്ടാകുമോ? രുചിച്ചറിയണം. രുചിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഈ ഗ്രന്ഥമാകുവാൻ കാരണമായ ജ്ഞാനമുണ്ട്. ഭേദമറ്റ ബോധം തന്നെ വേദമെന്നു ബോധ്യമായാൽ, ഭേദമറ്റ ബോധം തന്നെ വേദമെന്നു ബോധ്യമായാൽ, ഭേദബുദ്ധി പറഞ്ഞിട്ടു വേറുത്തിടേണ്ട. ഭേദമറ്റ ബോധമാണ് വേദം. ഈ വേദഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഭേദമറ്റു മാറുന്നില്ല. അങ്ങനെ മാറുമായിരുന്നെങ്കിൽ ഇത് ഞങ്ങളുടെ വേദം, ഇത് നിങ്ങളുടെ വേദം എന്ന് തന്നെ ഭേദബുദ്ധി ഉണ്ടാകുമായിരുന്നോ? ഇത് ക്രിസ്ത്യാനികളുടെ വേദം, ഇത് മുസ്ലിങ്ങളുടെ വേദം, ഇത് ജൈനന്മാരുടെ വേദം, ഇത് ഹിന്ദുക്കളുടെ വേദം, ഇത് ബുദ്ധ ഗണത്തിൽപ്പെട്ടവരുടെ വേദം. ഇങ്ങനെ വേദങ്ങളെ വേർതിരിച്ചു എന്തുകൊണ്ടാണ്? ഭേദബുദ്ധി മാറാത്തത് കൊണ്ടാണ്. ആ ഭേദബുദ്ധി മാറാത്തത് എന്തുകൊണ്ടാണ്? ഭേദബുദ്ധി മാറ്റുവാനുള്ള ജ്ഞാനം അകതാരിൽ ഉദിക്കാത്തത് കൊണ്ടാണ്. ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഈ ഗ്രന്ഥം വായിച്ചാൽ പറ്റുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അറിയേണ്ടത് അറിയണം, പഠിക്കേണ്ടത് പഠിക്കണം. ആ പഠനത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ അന്തസത്തയായി നിൽക്കുന്ന, വേദങ്ങൾക്ക് കാരണമായി നിൽക്കുന്ന ഭഗവാൻ തന്നെ പറഞ്ഞു, ഗ്രന്ഥമെല്ലാം ഉണ്ടെങ്കിലും ഗ്രന്ഥകർത്താവിന്നുണ്ട്. ഗ്രന്ഥമെല്ലാം ഉണ്ടെങ്കിലും ഗ്രന്ഥകർത്താവിന്നുണ്ട്.
ഗ്രന്ഥങ്ങൾ പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് വെച്ചാൽ തെളിയുമോ? നല്ല പേപ്പറിനകത്ത് നല്ല പേന കൊണ്ട് വേദഗ്രന്ഥങ്ങൾ ലാമിനേറ്റ് ചെയ്ത് വെച്ചാൽ തെളിയുമോ? തെളിയില്ല. തെളിയേണ്ടത് എവിടെയാണ്? അകതാരിൽ തെളിയണം. ആ, ഉള്ളം തെളിയണം. അങ്ങനെ കളങ്കമെല്ലാം കളങ്കമെല്ലാം കലിയുഗ ഖഡ്ഗി നിന്നിൽ വസിച്ചിടട്ടെ. കളങ്കമെല്ലാം കലിയുഗ ഖഡ്ഗി നിന്നിൽ വസിച്ചിടട്ടെ. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടി വസിക്കുവാൻ, കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടി വസിക്കുവാൻ ഖഡ്ഗിയാകും ശുഭാനന്ദം കാത്തിരിക്കുന്നു. കളങ്കമില്ലാത്ത ഉള്ളിൽ കളിയാടി വസിക്കുവാൻ ഖഡ്ഗിയാകും ശുഭാനന്ദം കാത്തിരിക്കുന്നു. കടുകോളം കളങ്കം നിന്റെ അകതാരിൽ ഉണ്ടായെന്നാൽ, കടുകോളം കളങ്കം നിന്റെ അകതാരിൽ ഉണ്ടായെന്നാൽ ഖഡ്ഗിയുടെ ഉദയത്തെ കാണുകയില്ല. കടുകോളം കളങ്കം നിന്റെ അകതാരിൽ ഉണ്ടായെന്നാൽ ഖഡ്ഗിയുടെ ഉദയത്തെ കാണുകയില്ല. ആറ്റുക കളങ്കങ്ങൾ വസിക്കട്ടെ ഖഡ്ഗി, അകറ്റുക കളങ്കങ്ങൾ വസിക്കട്ടെ മഹാശക്തി, നീ അകറ്റുക കളങ്കങ്ങൾ വസിക്കട്ടെ മഹാശക്തി, നീ അകറ്റുക കളങ്കങ്ങൾ വസിക്കട്ടെ മഹാശക്തി, നീ അകറ്റുക കളങ്കങ്ങൾ വസിക്കട്ടെ മഹാശക്തി. ഖഡ്ഗിയാകും ശുഭാനന്ദം കളിയാടട്ടെ. ഖഡ്ഗിയാകും ശുഭാനന്ദം കളിയാടട്ടെ. അകറ്റുക കളങ്കങ്ങൾ വസിക്കട്ടെ മഹാശക്തി, ഖഡ്ഗിയാകും ശുഭാനന്ദം കളിയാടട്ടെ. കടുവോളം കളങ്കം അകമയുണ്ടെങ്കിൽ ഇതിന്റെ ഉദയം നടക്കുകയില്ല. കടുവോളം കളങ്കം അകമയുണ്ടെങ്കിൽ ഇതിന്റെ ഉദയം നടക്കുകയില്ല. ഇപ്പോ അനേകം ഗ്രന്ഥങ്ങൾ വായിച്ച് അതിന്റെ വിശദീകരണം പറയുവാനും ഏത് ഭാഗത്തു നിന്ന് ചോദിച്ചാലും അതിന്റെ ശ്ലോകങ്ങളൊക്കെ കാണാതെ ചൊല്ലുവാനും അതിന്റെ ആ അർത്ഥങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുവാനും കഥകളും ഉപകഥകളും ചേർത്ത് അതിനെ വിശദീകരിക്കുവാനും ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഭേദബുദ്ധി മാറണമെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാവണം. ഈ പഠനം കൊണ്ട് മാത്രം ആത്മജ്ഞാനമാകുന്നില്ല. പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ വറുത്ത വിത്ത് കിളിക്കുകയില്ല. കിളിക്കണമെങ്കിൽ എന്തു വേണം? ലക്ഷണമൊത്ത വിത്ത് എടുത്ത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കണം. ലക്ഷണമൊത്ത വിത്ത് ഇതാ സമ്പൂർണാവതാരമായി നിന്നുകൊണ്ട് ഇതാ ആത്മലോക
ആത്മലോകത്തിന് ദാനം ചെയ്യുന്നു. സമ്പൂർണ്ണ അവതാരമായതുകൊണ്ട് ആത്മലോകത്തിൽ അതാണ് സൃഷ്ടിക്ക് കാരണമായുള്ള വിത്തേ, സൃഷ്ടിക്ക് കാരണമായുള്ള വിത്ത്, സൃഷ്ടിയിൽ ആനന്ദമാടുന്ന മുത്തേ. സൃഷ്ടിയിൽ ആനന്ദമാടുന്ന മുത്ത്. അങ്ങനെ ആത്മലോകത്തിൽ ആനന്ദമാടുവാൻ അങ്ങനെ ആത്മലോകത്തിൽ ആനന്ദം ദാ സർവജ്ഞാന സമ്പൂർണനാകുന്ന ജഗദീശ്വരൻ വന്ന് സർവജ്ഞാനം ഉപദേശിക്കുകയാണ്. സർവജ്ഞാന സമ്പൂർണ്ണനായ ജഗദീശ്വരൻ താഴെയിൽ വന്ന് സർവജ്ഞാനം ഉപദേശിക്കുന്നു. ഇതിന്റെ ഒറ്റക്കിളിർപ്പ് പോലും പാഴായി പോവുകയില്ല. ഒറ്റ കിളിർപ്പ് പോലും പാഴായി ആ കരുത്തോടുകൂടി ലോകത്തിൽ വളർന്നുയർന്നുകൊണ്ടേയിരിക്കും. കരുത്തോടുകൂടി ലോകത്തിൽ വളർന്നുയർന്നുകൊണ്ട് ആ കുറച്ചു കാലം ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചു എന്ന് വിചാരിച്ച് കുറച്ചു കാലം എടുത്ത് സൂക്ഷിച്ചു വെച്ചു എന്ന് വിചാരിച്ചു ബലമുള്ള ഒരു വിത്തിന്റെ യാതൊരു ആരോഗ്യവും കുറയുകയില്ല. ബലമുള്ള ഒരു വിത്തിന്റെ യാതൊരു ആരോഗ്യവും കുറയില്ല. അതിനെപ്പോഴും അതിന് വളവും വെള്ളവും കിട്ടുന്നുവോ എപ്പോഴതിന് വളവും വെള്ളവും കിട്ടുന്നു അപ്പോൾ അതങ്ങനെ കരുത്തോടുകൂടി ഉയർന്നു പൊങ്ങും. അപ്പോഴതങ്ങനെ കരുത്തോടുകൂടി ഉയർന്നു പോകും. പഴയ കൃഷിക്കാരുടെ ഒരു രീതി ഉണ്ടായിരുന്നു. പഴയ കൃഷിക്കാരുടെ ഒരു രീതി ഉണ്ടായിരുന്നു. നല്ല വിത്തൊക്കെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയാണ് എടുക്കുന്നത്. നല്ല വിത്തൊക്കെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയാണ് എടുക്കുന്നത്. നമുക്ക് സാധാരണ ഉപയോഗിക്കാനുള്ള ധാന്യങ്ങൾ സാധാരണ ഉണക്കുമതി. സാധാരണ ഉപയോഗിക്കാനുള്ള ധാന്യങ്ങൾ സാധാരണ ഉണക്കുമതി. വിത്തിനുള്ളത് കൂടുതൽ ഉണക്കിയാണ് സൂക്ഷിക്കുക. വിത്തിനുള്ളത് കൂടുതൽ ഉണക്കിയാണ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ വാഴവിത്ത് ഉണക്കിയല്ലോ ആരും നടുന്നത്. വാഴവിത്ത് ഉണക്കിയല്ലോ ആരും നടുന്നത്. പക്ഷേ പഴമക്കാർ അതിനെയും ചെറുതായിട്ടൊന്ന് ഉണക്കും. പഴമക്കാർ അതിനെയും ചെറുതായിട്ടൊന്ന് അങ്ങ് വരണ്ടുണങ്ങാനല്ല, ചെറുതായിട്ടൊന്ന് വാടി വരുന്ന പരുവത്തിന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ചെറിയ വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കും. ചെറിയ വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കും. അത് നട്ടു കഴിഞ്ഞാൽ കരുത്തോടെയാണ് വാഴ വളർന്നു വരുന്നത്. നട്ടു കഴിഞ്ഞാൽ കരുത്തോടു കൂടിയാണ് വാഴ വളർന്നത്. ഉണക്ക് വ്യാപിച്ചതിന് ശേഷം ഉണക്കി വ്യാപിച്ചതിന് ശേഷം പെട്ടെന്ന് അതിന് വെള്ളവും വളവും കിട്ടുമ്പോ പെട്ടെന്ന് അതിന് വെള്ളവും വളരെ കരുത്തോടെ അത് വളർന്നു വരികയാണ്. ഇതൊക്കെ പ്രകൃതിയുടെ സിദ്ധാന്തങ്ങളാണ്. അത് പ്രകൃതിയെ നോക്കി പഠിക്കണം. പ്രകൃതിയെല്ലാം ഉപകരണങ്ങൾ, ഓരോ ആത്മാക്കളെയും ഇങ്ങനെ ഇരുത്തി തിരുവടി പാതേ അടിയനെ ഇരുത്തി ഓരോരോ തേൻമൊഴി ഓതി, ഓരോരോ തേൻമൊഴി ഓതി തിരുവടി പാതേ അറിവുള്ളവരാണിത് തേൻമൊഴി എന്ന് ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നത്. അല്ലാതുള്ളവർക്ക് ഒരു സാധാരണ പ്രസംഗം പോലെ തോന്നുകയുള്ളൂ. പിന്നെ ഒരു കാര്യം ഇതിനകത്തുള്ളത് പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഇവിടെ തന്നെ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് പല വിധത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. വലിയ 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 പ്രമുഖന്മാര്, ലോകം അംഗീകരിച്ച വ്യക്തികളൊക്കെ വന്ന് പ്രസംഗം നടത്താറുണ്ട്. അവിടെ ഒന്നും ഈ 2-2.5 മണിക്കൂറൊന്നും ആരും കുത്തിയിരുന്നതൊന്നും കേൾക്കാൻ തുടങ്ങാറില്ല. ഇപ്പൊ എന്റെ സന്താനങ്ങൾ ഇങ്ങനെ ആഴ്ചതോറും വന്ന്, എനിക്കാണെങ്കിൽ ഈ പ്രസംഗിച്ച് വലിയ പരിചയമൊന്നുമുള്ള ആളുമല്ല. പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൗതുകമായും ആനന്ദമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആഴ്ചതോറും വന്നത് കേൾക്കണമെന്ന് തോന്നിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനിടയിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആത്മാവും പരമാത്മാവുമായുള്ള ബന്ധമാണ്. ഇതിനുള്ളിലേക്ക് പരമാത്മാവ് എഴുന്നള്ളി എന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവടി പാതേ അടിയനെ ഇരുത്തി ഓരോരോ തേൻമൊഴി ഓതി, ഓരോരോ തേൻമൊഴി ഓതി തിരുവടി പാതേ ഓരോരോ
സ്വീകരിക്കപ്പെടുകയാണ്. ആത്മാവിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. നിങ്ങളിത് മനസ്സുകൊണ്ട് ചിന്തിച്ചോ അറിഞ്ഞോ അതിനെ വേണ്ട വിധത്തിൽ വിശദീകരിച്ചോ ഇതൊന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നില്ല. ചിന്തിച്ചോ അറിഞ്ഞോ വേണ്ട വിധത്തിൽ ഇതിനെ വിശദീകരിച്ചോ എന്നൊന്നും ഭഗവാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. പക്ഷേ എൻ്റെ പരിപൂർണ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു നിങ്ങളുടെ എല്ലാം അകതാരിലുണ്ട്. ഭഗവാന്റെ പരിപൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു നമ്മുടെ എല്ലാം അകതാരിലുണ്ട്. എൻ്റെ രൂപമാകുവാൻ കൊതിക്കുന്ന ഒരു വസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഭഗവാന്റെ രൂപമാകാൻ കൊതിക്കുന്ന ഒരു വസ്തു നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്, ഇത് അറിയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. തേനിനേക്കാളും തെൻകട്ടയേക്കാളും അതിമധുരം എന്റെ ഗുരുവിന്റെ തിരുമൊഴി, അതിമധുരം അതു മതിയേ എനിക്കതു മതിയേ, അതു മതിയേ എനിക്കതു മതിയേ, എന്റെ ഹൃദയത്തിലെന്നും ആ സുഖം മതിയേ. തേനിനേക്കാളും തേൻകട്ടയേക്കാളും അതിമധുരം എന്റെ ഗുരുവിന്റെ തിരുമൊഴി, അതു മതിയേ എനിക്കതു മതിയേ, എന്റെ ഹൃദയത്തിലെന്നും ആ സുഖം മതിയേ. ലോകത്തിൽ ഭൂമിയിൽ കിട്ടാത്തൊരതിസുഖത്തെ, ഭൂമിയിൽ കിട്ടാത്തൊരതിസുഖത്തെ എന്റെ ഹൃദയത്തിൽ തരുന്ന ഗുരുവരനെ, അതു മതിയേ എനിക്കതു മതിയേ, അതു മതിയേ എനിക്കതു മതിയേ, അതു മതിയേ എനിക്കതു മതിയേ, അതു മതിയേ എനിക്കതു മതിയേ, എന്റെ ഹൃദയത്തിലെന്നും ആ സുഖം മതിയേ. തേനിനേക്കാളും തേൻകട്ടയേക്കാളും തേനിനേക്കാളും തേൻകട്ടയേക്കാളും അതിമധുരവും എന്റെ ഗുരുവിന്റെ തിരുമൊഴി, അതിമധുരം എന്റെ ഗുരുവിന്റെ തിരുമൊഴി. ആ ബോധ്യം ആത്മാവിനുള്ളത് കൊണ്ടാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ആ ബോധ്യം നമ്മുടെ ആത്മാവിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ. മനസ്സുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ലോക വ്യാപാരങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. മനസ്സുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ലോക വ്യാപാരങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വന്നിരിക്കുന്ന ആളുകൾ പോലും ചില കാര്യങ്ങൾ ആദ്യം തീരുമാനിച്ചു, ഇന്നപോലെ പോകാം, അത് പ്രാർത്ഥന അത് വേണോ അതോ മറ്റേതിന് പോകണോ എന്നിങ്ങനെ പരസ്പരം ആലോചിച്ച ചിന്തിച്ച തമ്മിൽ ആലോചിച്ച ഒരു കാര്യം പല ആളുകൾക്കും ഉണ്ടാവും. ഇന്ന് വന്നിരിക്കുന്ന പല ആളുകളും ആരാധനയ്ക്ക് പോകണോ മറ്റു കാര്യങ്ങൾക്ക് പോകണോ എന്ന് പരസ്പരം ചിന്തിച്ച പല ആളുകളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ലോകകാര്യമുണ്ട്. എന്നാൽ അതിൽ പ്രധാനമായി ആരാധനയുണ്ട്. അവിടെ പോയില്ലെങ്കിൽ അവരൊക്കെ എന്നോട് പിണങ്ങും, ഇവിടെ പോയില്ലെങ്കിൽ ഈ ഹൃദയ സുഖം നഷ്ടമാകും. ഇതിൽ ഏത് വേണമെന്ന് തമ്മിൽ തട്ടിച്ചു നോക്കി ചിന്തിച്ച പലരും ഈ കൂട്ടത്തിലും ഉണ്ടാവും. ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ കാര്യം തന്നെയാണ് പല ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടായവരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോ തീരുമാനം ഉറപ്പിക്കുന്നത് ഹൃദയസുഖം മതി എന്ന് തീരുമാനിച്ച് വരാൻ കാരണമാകുന്നത് ആത്മാവ് ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ സുഖത്തെ വീണ്ടും കാക്ഷിക്കുന്നത് കൊണ്ടാണ്. ആ സുഹൃത്തിനെ അല്ലെങ്കിൽ ബന്ധുവിനെ വേറെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് തൽക്കാലത്തേക്കൊന്ന് സാന്ത്വനിപ്പിക്കാം. ഇനി അവരെ
പിണങ്ങിയാലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് ഈ സുഖം ആത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടും നിങ്ങളിൽ ഉൾപ്രചോദനം നൽകുന്നത് കൊണ്ടുമാണ്. അപ്പൊ പരമാത്മ ശബ്ദം ജീവാത്മാവ് തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ പ്രത്യേകതയാണത്. ഓ, എന്തെല്ലാം കർണമധുരമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. മനോഹരമായി പാടുന്നവരുണ്ട്, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് സംഗീതം വിളംബരം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കർണമധുരമായ മനസ്സിന് സുഖം തരുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിലുണ്ട്. അതിനെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഈ സുഖം മതി, ഇത് മതി എന്നുള്ള തീരുമാനത്തോടുകൂടി എത്തുവാനിടയാകുന്നത് ആത്മാവ് ഉള്ളിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഈ തീരുമാനം ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന ചിന്തകളെ ഒക്കെ തട്ടിമറിച്ചുകൊണ്ട് ഈ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ചലിപ്പിക്കുന്നത് ആത്മനാഥൻ ഇവിടെ പ്രത്യക്ഷമായി എന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ആത്മനാഥൻ ലോകത്തിൽ വാഴണം എന്ന് തീരുമാനമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കൊണ്ടാക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഹൃദയസുഖം ഉണ്ടാവുകയുള്ളൂ. ആ ആത്മനാഥൻ ആത്മസുഖം ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന മഹാശക്തിയാണ്. സുഖാനന്ദ തപോശക്തി ലോകാന്ത്യം വരെ ഈ ഭൂമിയിൽ വാഴുവാൻ തീരുമാനം ചെയ്താണ് അവതാരമായി വന്നിരിക്കുന്നത്. എന്നാൽ അനേക കോടി ജന്മങ്ങളുടെ തപസ്സും എന്റെ ദേവീദേവന്മാരുടെ പ്രാർത്ഥനയും അതുപോലെ സകല ലോകങ്ങളിൽ നിവസിക്കുന്ന ആത്മാക്കളുടെ പ്രാർത്ഥനകളും എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് അവതാരമായി വന്നിരിക്കുന്നത്. എപ്പോഴും ഈ പ്രാർത്ഥനയോടുകൂടിയുള്ള കർമ്മങ്ങൾ ചെയ്തെങ്കിലേ അവതാര വാഴ്ചയിൽ നിന്നുള്ള ആ അനുഗ്രഹങ്ങൾ മനുഷ്യലോകത്തിൽ നിലനിർത്തുവാൻ കഴിയും. ആ അനുഗ്രഹങ്ങൾ നിലനിർത്തുവാൻ കഴിയുള്ളൂ. അനുഗ്രഹവാരിധിയാണ് അവതാര രൂപം, കരുണാവാരിധിയാണ് അവതാര രൂപം, ആ സർവജ്ഞാനത്തിന്റെ മൂർത്തിയാണ് അവതാര രൂപം. പക്ഷേ ഇത് അനുഭവമാകണമെങ്കിൽ ഈ പ്രാർത്ഥന ഓരോരുത്തരിലും ഉണ്ടാകണം. അറിവില്ലാത്ത കാലത്ത് അന്ധകാരത്തിൽ അലഞ്ഞു, അവിടെ നിന്ന് വീണ്ടെടുത്തു, അന്ധകാരത്തെ മാറ്റി വീണ്ടെടുത്തു, നിലനിർത്തി വളർത്തിക്കൊണ്ടു പോകുമ്പോൾ ആ ഉന്നതമായ അവസ്ഥയെ നിങ്ങൾ തിരിച്ചറിയണം. ബന്ധുവാകുന്ന എന്റെ ദൈവം എന്നെ ഈ വിധത്തിൽ വീണ്ടെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ സുഖം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. അങ്ങനെയെങ്കിൽ എത്രയോ കോടി ജന്മങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുണ്ടായ ഈ അവതാരം നാളേക്ക് വേണ്ടിയും കരുതി വെക്കേണ്ടത് എന്റെ കടമയാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആത്മസുഖം ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്കെല്ലാം ആത്മനാഥൻ വാഴണമെന്ന ആഗ്രഹമുണ്ട്. ഈ ലോകത്തിൽ ജനിച്ചു ജീവിക്കുന്ന സർവ്വ ചരാചരങ്ങളുടെയും പ്രതിനിധികളായി 27 ആചാര്യന്മാരെ നിലനിർത്തിക്കൊണ്ട് ദൈവവാഴ്ചയെ സങ്കല്പിച്ചുകൊണ്ട് ഒരു സ്തുതിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ശുഭാനന്ദ തപോശക്തി സർവപ്രത്യക്ഷമായി ലോകത്തിൽ എന്നും ഉണ്ടാവണം. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഉണ്ടാവണം. ഏഴകളെ കാണുവാൻ, ഏഴകൾക്ക് കാണുവാൻ കൺകണ്ട ദൈവമേ, കൺകണ്ട ദൈവമേ, കാരുണ്യകാതലേ, കൺകണ്ട ദൈവമേ, കരുണയാൽ കാത്തു രക്ഷിക്കണേ, എന്നെ കരുണയാൽ കാത്തു
കരുണയാൽ കാത്തു രക്ഷിക്കണേ, എന്നെ കരുണയാൽ കാത്തു രക്ഷിക്കണേ. കലിയുഗ രക്ഷക കാരുണ്യവാരിധേ, കലിയുഗ രക്ഷക കാരുണ്യവാരിധേ, കളിയാടി വാഴണേ എന്നിൽ, സദാ കളിയാടി വാഴണേ എന്നിൽ. കലിയുഗ രക്ഷക കാരുണ്യവാരിധേ, കളിയാടി വാഴണേ എന്നിൽ, സദാ കളിയാടി വാഴണേ എന്നിൽ. കൺകണ്ട ദൈവമേ കാരുണ്യക്കാതരേ, കരുണയാൽ കാത്തു രക്ഷിക്കണേ, എന്നെ കരുണയാൽ കാത്തു രക്ഷിക്കണേ. ഓ ഉന്നതനാകുന്ന ദൈവം, കൺകണ്ട ദൈവം, ഉന്നതനായി ലോകത്തിൽ വാഴുവാൻ സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന സ്തുതിയാണ് 27 ആചാര്യന്മാരാൽ നടത്തപ്പെടുന്ന സ്തുതി. സെപ്റ്റംബർ മാസം 23-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഉന്നതമായ നിലയിലെല്ലാം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആചാര്യ പരമ്പരകൾ ഈ വരുന്ന 2-ാം തീയതി മുതൽ അതിന്റെ വ്രതം ആരംഭിക്കും. അതോടൊപ്പം അന്തേവാസികളും വ്രതം എടുക്കുന്നുണ്ട്. ആ വിധത്തിൽ ആ വ്രതത്തോടുകൂടി ഉന്നതമായ നിലയിൽ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഇത് നടത്തേണ്ടത് ഭക്തലോകത്തിന്റെ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കുന്നവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാൽ ഈ പ്രാവശ്യത്തെ ഈ സ്തുതി നടത്തുവാൻ ഈ ആരാധനയുടെ മധ്യത്തിൽ തീരുമാനം ചെയ്യുകയാണ്. ഇതാ നിയമം പാസാക്കുകയാണ്. സർവശക്തി നേരിട്ടെല്ലാം നടത്തുമാറാകട്ടെ. ലോകരക്ഷാർത്ഥമായ അവതാരം ചെയ്ത പരമാനന്ദ രൂപൻ ശുഭാനന്ദ തപോശക്തി പ്രത്യക്ഷമായ ലോകത്തിൽ വാഴുവാൻ തക്കവിധം എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് സർവപ്രകൃതികളും തുണയായി നിന്ന് ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും അണിയായി ചേർന്ന് നിന്ന് എന്നോടുകൂടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന എന്റെ ദൂതന്മാരും എന്റെ ഓരോ ശരീരവാഴ്ചകളും എന്നോടുകൂടി നിന്ന് പ്രവർത്തിച്ച പൂർവ്വസൂരികളും സന്യാസിമാരും അല്ലാതെ ഉള്ളവരും എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നവരിലേക്ക് ഉത്ബോധവും ഉൾപ്രചോദനവും കൊടുത്ത് ഉന്നതമായ നിലയിൽ നടത്തി ഉന്നതൻ സ്വീകരിച്ച് ലോകരക്ഷാർത്ഥമായി വാഴുമാറാകട്ടെ. ലോകരക്ഷാർത്ഥമായി വാഴുമാറാകട്ടെ. ആത്മലോകത്തെ ആനന്ദത്തിൽ എത്തിക്കുവാൻ വാഴുമാറാകട്ടെ. അപ്രകാരം നടത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം എത്തിച്ചുകൊള്ളുക. മഹാശക്തി എല്ലാം സ്വീകരിക്കട്ടെ. ആനന്ദവാനായി ലോകത്തിൽ വാഴുമാറാകട്ടെ. ഓരോ ഭവനങ്ങളെയും ശുദ്ധീകരിക്കുവാനും സർവസമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദാനം ചെയ്യുവാനും മഹാശക്തി നിയമിച്ച ഉന്നതമായ ഒരു നിയമമാണ് ഉത്രാട പൂജ. നിയമപുസ്തകത്തിൽ പറയും പ്രകാരം എല്ലാ ഭവനങ്ങളും ശുദ്ധീകരിച്ച് ഓണം ഒരുങ്ങുന്നതിന് ആവശ്യമായ സാധനങ്ങൾ അല്പാൽപമായി എടുത്ത്
ഓണമൊരുക്കുന്നതിനായുള്ള സാധനങ്ങൾ അല്പാൽപമായി എടുത്ത് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ മുൻപിൽ അതെല്ലാം ഒരുക്കി പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ മുമ്പിലെല്ലാം ഒരുക്കി ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഉത്രാടം ദിനം മുതൽ ഈ ഉത്രാടം ദിനം വരെയും അന്നവസ്ത്രാദികൾ മുട്ടാതെ തന്ന് ഏഴകളെ കരുതി രക്ഷിച്ച മഹാശക്തിയെ കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഉത്രാടം മുതൽ അടുത്ത ഉത്രാടം വരെയും ഏഴകൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് രക്ഷിക്കണമേ ഭഗവാനെ. ഏഴകളുടെ ഈ ഒരുക്കങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ ഭഗവാനെ. അടിയങ്ങളെ ദർശിക്കണമേ ഭഗവാനെ. അങ്ങ് അനുഗ്രഹിക്കണമേ ഭഗവാനെ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എൻ്റെ അകതാരിൽ എഴുന്നള്ളി വാഴണമേ ഭഗവാനെ. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഉത്രാട പൂജ ഒരുക്കി കാത്തിരിക്കുക. എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുവാൻ ഞാനിതാ നിയമം ചെയ്തിരിക്കുകയാണ്. ആ എഴുന്നള്ളത്തും ആനന്ദ നടനവും നിങ്ങൾ അനുഭവമാകുമാറാകട്ടെ. ദുഃഖ ദുരിതങ്ങളില്ലാത്ത, രോഗപീഠകളില്ലാത്ത, സർവസമ്പൽ സമൃദ്ധമായ, ഐശ്വര്യമായ ഒരു പൊന്നോണം ഏവർക്കും ഉണ്ടാകുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ കോട്ടയം ശാഖാശ്രമത്തിന്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ ദിനമാണ്. ഇന്ന് വൈകിട്ടാണ് അവിടെ പ്രകാശയാത്ര വെച്ചിരിക്കുന്നത്. ആരാധന കഴിഞ്ഞതിൽ പങ്കെടുക്കുവാനുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. നാളെ വാർഷിക ആഘോഷമാണ്. എല്ലാം ഉന്നതമായി നടത്തപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതി തുണയായി നിന്നെല്ലാം നടത്തുമാറാകട്ടെ. അത് കഴിഞ്ഞ് 15-ാം തീയതി ഓതറ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അത് ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ നമുക്ക് മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ കവിയൂരും പാമ്പാടിയിലുമുള്ള ആശ്രമങ്ങളുടെ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടക്കുകയാണ്. അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഉന്നതമായി പൂർത്തീകരിച്ച് മനോഹരമായ ആശ്രമങ്ങൾ നിർമ്മിച്ച് മനോഹരനാകുന്ന ദൈവത്തിന്റെ രൂപത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ എല്ലാം അവിടെ ഒരുക്കപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ ഒരു കുഞ്ഞിനെ അടിമകിടത്തി അതിനെ ആയുരാരോഗ്യത്തോടെയും സൽബുദ്ധിയോടെയും ആദർശധീരയായി ജീവിക്കുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. ആ കുടുംബത്തെ കരുതി രക്ഷിക്കുമാറാകട്ടെ. ഉന്നതമായ ഈ മഹാസന്നിധാനത്തിന്റെ മുൻപിൽ ഉന്നതമായ മഹാഗോപുരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കുവാൻ ആർത്തിയോട് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈശ്വരൻ സ്വീകരിക്കട്ടെ. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടട്ടെ. ഉന്നതമായ ഉദ്ഘാടന കർമ്മം നടത്തുവാൻ ലോകമറിയുന്ന രീതിയിൽ അതിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുവാൻ മഹാശക്തി എല്ലാം ഒരുക്കി നമുക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഈ മഹാഗോപുരത്തിന്റെ പൂർത്തീകരണത്തോടുകൂടി ഉന്നതന്മാരായ പല വ്യക്തികളും ഈ സന്നിധാനത്തിൽ എത്തിച്ചേരുമെന്നും അതോടുകൂടി ആദർശം ലോകം മുഴുവൻ അറിയപ്പെടുമെന്നും ഞാൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ആത്മാക്കൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. പല പല ആളുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജയന്തുകുമാറും കുടുംബവും എത്തി. അദ്ദേഹം ലോകത്തിലെ പല ഭാഗങ്ങളിലും പലരുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അവരെല്ലാം ഇപ്പോൾ പല ആളുകളും ഇവിടോട്ട് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ ആത്മാക്കളിൽ കൂടി ആത്മാക്കളിലേക്ക് ആദർശത്തെ വളർത്തുവാൻ ആത്മനാഥൻ വാഴുന്ന ഈ സന്നിധാനത്തിന്റെ മുൻപിൽ ഉയർന്നു വരുന്ന മഹാഗോപുരം ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ആത്മദീപത്തെ
ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴായി ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോപുര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളെ പറ്റി, അപ്രകാരം നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥപതിയാകുന്ന വേലുസാറിന് പത്മശ്രീ ലഭിച്ചു. അതിനുശേഷം സ്ഥപതിയായി നിൽക്കുന്ന ദേവരാജന് വലിയ മനോഹരമായ ഒരു ഭവനം നിർമ്മിച്ചു. വസ്തു വാങ്ങി ഭവനം നിർമ്മിച്ചു. അത് കഴിഞ്ഞ് രാജീവ് മേസ്ത്രിക്ക് ഭവനം നിർമ്മിച്ചു. ഇപ്പോഴിതാ പത്മകുമാർ എന്ന് പറയുന്ന പപ്പേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടനും ഭവനം നിർമ്മിച്ചു. അതിന്റെ പാലുകാച്ച് കർമ്മം നടന്നിരിക്കുകയാണ്. അങ്ങനെ ഐശ്വര്യങ്ങള് ജഗദീശൻ ഓരോരുത്തർക്കും ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം ദൈവകർമ്മം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുവോ ഉന്നമേ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്നെയും എന്റെ ആദർശത്തെയും ആര് കരുതി ജീവിക്കുന്നുവോ അവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. അവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. അവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. ആ രക്ഷകനാകുന്ന ദൈവം എന്നും നിറഞ്ഞു നിന്നെല്ലാം നടത്തുമാറാകട്ടെ. ഈ ആരാധനയിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആനന്ദം നഷ്ടമാക്കാതെ ഇനിയും വന്ന് കാണും വരെയും നിലനിർത്തി ജീവിക്കുവാൻ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിരുവോണത്തിനും എന്റെ സന്താനങ്ങളെ ഒത്തുചേർത്തിരുത്തി ഒന്നുമില്ലാത്ത സമയം മുതൽ ആ ഓണസദ്യ നടത്തുന്ന ഒരു പതിവുണ്ട്. ആദ്യകാലങ്ങളിൽ അത് പോരിട്ടാ ദിനത്തിലായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് അത് ആ ഓണം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റി. കാരണം വളരെ വിദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ചതയ ദിനമാണ്. അപ്പൊ ആ മൂന്നാമത്തെ ദിനം എന്ന് പറയുമ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിരുന്നിന് പോകുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞു വരുന്ന ആഴ്ച 14-ാം തീയതി ഞായറാഴ്ച ഉന്നതമായ നിലയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി നിങ്ങൾക്കെല്ലാം തരുവാനായി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം മുന്നമേ തന്നെ ഇവിടെ എത്തി അതെല്ലാം ഒരുക്കണം എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. അന്നദാന പ്രഭുവാകുന്ന ദൈവം കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ഓണസദ്യ നൽകുന്ന ഉന്നതമായ കർമ്മമാണ് നടക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് അമൃതായ അനുഭവമാകുമാറാകട്ടെ. എല്ലാം നിങ്ങൾ ഒത്തൊരുമിച്ച് ഒരുക്കിക്കൊള്ളുക. എല്ലാം ഈശ്വരൻ സ്വീകരിക്കട്ടെ. എല്ലാം ഈശ്വരൻ നടത്തട്ടെ. എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹവാരിധിയാകുന്ന ദൈവം നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. മതി വരുമോ ഗണ